കനത്ത കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് നാശനഷ്ടം. കയ്പമംഗലം ഇരിങ്ങത്തുരുത്തി സുബ്രഹ്മണ്യന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടയിൽ പോലീസിനെ കണ്ട് കഞ്ചാവ് അടുപ്പിലിട്ട പ്രതി പിടിയിൽ. എറിയാട് സ്വദേശി അഫ്സൽ പെപ്പയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് ലഹരി വസ്തുക്കളും ഉപകരണങ്ങളുമായി അറസ്റ്റ് ചെയ്തത്. മഴ ശക്തമായതോടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്നു. മനോഹര കാഴ്ച ആസ്വദിക്കാൻ അതിരപ്പള്ളിയിലെത്തുന്നത് നിരവധി സഞ്ചാരികൾ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കയ്പമംഗലത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ കനത്ത കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് നാശനഷ്ടം. വൻ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഡോക്ടർ പടി കിഴക്ക് ഇരിങ്ങാത്തുരുത്തി സുബ്രഹ്മണ്യന്റെ വീടിന് മുകളിലാണ് തൊട്ടടുത്ത പറമ്പിലെ തെങ്ങ് വീണത്. ഇന്നലെ രാത്രി വീശിയ ശക്തമായ കാറ്റിലാണ് തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് പതിച്ചത്. അപകടത്തിൽ വീടിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നവർ സുരക്ഷിതരായിരുന്നതിനാൽ ആളപായം ഒഴിവായി. വിവരമറിഞ്ഞെത്തിയ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടയിൽ പോലീസിനെ കണ്ട് കഞ്ചാവ് അടുപ്പിലിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ച പ്രതി കയ്യോടെ പിടിയിൽ. എറിയാട് സ്വദേശി അഫ്സൽ പെപ്പയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് ലഹരി വസ്തുക്കളും ഉപകരണങ്ങളുമായി അറസ്റ്റ് ചെയ്തത്. കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായാണ് എറിയാട് ആറാട്ടുവഴിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അഫ്സൽ പെപ്പ എന്ന അഫ്സൽ കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായത്. തൃശൂർ റൂറൽ പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി ഇന്നലെ വൈകിട്ടാണ് സംഘം ഇയാളുടെ വാടക വീട്ടിൽ എത്തിയത്. പോലീസിനെ അപ്രതീക്ഷിതമായി കണ്ട പരിഭ്രാന്തിയിൽ കൈവശമുണ്ടായിരുന്ന കഞ്ചാവ് പൊതികൾ പ്രതി അടുപ്പിലിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു. അടുപ്പിൽ തീയില്ലായിരുന്നെങ്കിലും ചാരത്തിനുള്ളിൽ ഉണ്ടായിരുന്ന കനൽ മൂലം പുക ഉയരുകയും കഞ്ചാവ് കരിഞ്ഞ രൂക്ഷഗന്ധം അനുഭവപ്പെടുകയും ചെയ്തു. ഇതോടെ SIയും സംഘവും അടുപ്പിൽ നിന്ന് കഞ്ചാവ് പൊതികൾ വീണ്ടെടുത്ത് പ്രതിയെ തൊണ്ടിമുതലുകളോടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയിൽ നിന്ന് കഞ്ചാവും ലഹരി ഉപയോഗത്തിലുള്ള ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. കുട്ടികളെ ലക്ഷ്യമിട്ട് ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിനാൽ NDPS നിയമത്തിനൊപ്പം ജാമ്യമില്ലാ വകുപ്പായ ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലെ സെക്ഷൻ 77 പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂർ, മതിലകം, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനുകളിലായി 8 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അഫ്സൽ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ അതുൽ മോഹൻ, അറഫത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മഴ ശക്തമായതോടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം വീണ്ടും പൂർണ്ണ സൗന്ദര്യത്തിൽ. 2 ദിവസമായി നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ മനോഹര കാഴ്ച ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് അതിരപ്പള്ളിയിൽ എത്തുന്നത്. സംസ്ഥാനത്ത് മഴ കനത്തതോടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ശക്തമായ ഒഴുക്കിൽ നിറഞ്ഞൊഴുകുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വെള്ളച്ചാട്ടം പൂർണ്ണതോതിൽ ഒഴുകി തുടങ്ങിയതോടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് അതിരപ്പള്ളിയിൽ എത്തുന്നത്. ജൂൺ അവസാന വാരം വരെ മഴ ലഭിച്ചിരുന്നെങ്കിലും വെള്ളച്ചാട്ടം നേർത്ത ഒഴുക്കിലായിരുന്നു. എന്നാൽ സമീപ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമാവുകയും അതിരപ്പള്ളി വെള്ളച്ചാട്ടം വീണ്ടും അതിന്റെ മനോഹര രൂപം വീണ്ടെടുക്കുകയും ചെയ്തു. മൺസൂൺ കാലത്താണ് അതിരപ്പള്ളിയുടെ ഈ നയനമനോഹര കാഴ്ച പൂർണ്ണ ഭംഗിയിൽ അനുഭവിക്കാൻ കഴിയുന്നത്. മഴയും മലനിരകളും പച്ചപ്പും ചേർന്നൊരുക്കുന്ന അപൂർവ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ ഇനിയും സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. പൊയ്യ അഡാക്കിലെ അനധികൃത നിയമനങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കി. പൊയ്യ അഡാക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സർക്കാർ പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അഡാക്ക് MDയുടെ കള്ളക്കളികൾ അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പൊയ്യ അഡാക്കിൽ നടന്നതായി ആരോപിക്കുന്ന അനധികൃത നിയമനങ്ങൾക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പൊയ്യ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡാക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്.
പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക, അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പൂജ ചിത്ര എന്ന് പറയുന്ന ടെക്നീഷ്യന്റെ നേതൃത്വത്തിൽ നടന്ന കൃഷി എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഈ ഫാമിൽ വരുത്തി വെച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പാപഭാരം ഇവിടുത്തെ സാധാരണക്കാരായ ഡെയിലി വേജസായി ഇവിടെ ജോലി ചെയ്യുന്ന ഈ സമരത്തിന്റെ അധ്യക്ഷനടക്കമുള്ള ആളുകൾ ഇവിടെ ഡെയിലി വേജസായി ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. അവരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്തരത്തിലൊരു തട്ടിപ്പുകാരി ഇവിടെയുള്ള ജീവനക്കാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. തനിക്ക് PSCയിൽ 1ാം റാങ്കാണ് എന്ന് അഹങ്കാരത്തോടെ ഇവിടുത്തെ തൊഴിലാളികളോട് പറയുകയും തനിക്കെല്ലാം അറിയാമെന്നുള്ള അഹങ്കാരത്തോടു കൂടെ മുമ്പോട്ട് പോവുകയുമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചന്തു പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു കൈതാരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി സജീവ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അനൂപ് ആനപ്പാറ, ജവഹർ ബാലമഞ്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി അമൻ അൻസാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഖിൽ മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ വിൽസൺ ചക്കാലക്കൽ, VN ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈബു തോമസ്, ശ്യാം മോഹൻ, തോമസ് KA എന്നിവരും പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കേരളീയരുടെ രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റത്തിന് അടിത്തറയായത് ആഴമേറിയ വായന സംസ്കാരമാണെന്ന് മുൻ MLA പ്രൊഫസർ KU അരുണൻ. എടത്തുരുത്തി KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന കൊടുങ്ങല്ലൂർ താലൂക്ക് തല വായന പക്ഷാചരണ സമാപന സമ്മേളനത്തിൽ IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ വിശ്വനാഥൻ മങ്ങാട്ട് രചിച്ച ദ സൺഫ്ലവർ മീഡോസ് ഓഫ് ഇസാൻപൂർ എന്ന ഇംഗ്ലീഷ് നോവൽ എഴുത്തുകാരൻ UK സുരേഷ് കുമാർ നൽകി പ്രകാശനം ചെയ്തു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. TK ചന്ദ്രബാബു, PN ദേവി പ്രസാദ്, NS ജയൻ, TN അജയകുമാർ, AV സതീഷ്, വിശ്വനാഥൻ മങ്ങാട്, രതീഷ് രാധാകൃഷ്ണൻ, KA കൊച്ചുമോൻ, PA ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ദേശീയ അധ്യാപിക അവാർഡ് ജേതാവ് PA സീതി ഉദ്ഘാടനം നിർവഹിച്ചു. PT പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും എഴുത്തുകാരുമായ അശോകൻ പൂത്തോട്ട്, ബഷീർ വടക്കൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫസീല, ഷഹന A സലാം തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായന പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രസിഡന്റ്, പ്രശസ്ത പത്രപ്രവർത്തകനും ദൂരദർശൻ ന്യൂസ് റീഡറുമായ R ബാലകൃഷ്ണൻ, സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറി, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വായനക്കാരുടെ രചനകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ നിർവഹിച്ചു. എടവലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും പൊതുപരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവും CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും നടന്നു. കയ്പമംഗലം MLA KK വത്സരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. PT പ്രസിഡന്റ് MC സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. എടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് സുനിത മുരളീധരൻ, മുൻ MLA ET ടൈസൺ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, HSS പ്രിൻസിപ്പൽ ലീന TR, എടവലങ്ങ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഔസാദ് KA, വാർഡ് മെമ്പർ അനുഷ പ്രമോദ്, RV അനിൽകുമാർ, ദമിക രജനി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 35ാം വാർഡ് വികസന സമിതിയും തിരുവള്ളൂർ ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി മഴക്കാല രോഗ പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ KM രതീഷ് അധ്യക്ഷത വഹിച്ചു. തിരുവള്ളൂർ ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ ബീന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. വാർഡ് വികസന സമിതി അംഗങ്ങളായ സജീവൻ വളർക്കൊടി, സൂര്യ സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലത സുരേഷ്, ശാരദ, റിജി, ജോഷി, റിൻസി, കിഷോർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കനത്ത കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് നാശനഷ്ടം. കയ്പമംഗലം ഇരിങ്ങത്തുരുത്തി സുബ്രഹ്മണ്യന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടയിൽ പോലീസിനെ കണ്ട് കഞ്ചാവ് അടുപ്പിലിട്ട പ്രതി പിടിയിൽ. എറിയാട് സ്വദേശി അഫ്സൽ പെപ്പയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് ലഹരി വസ്തുക്കളും ഉപകരണങ്ങളുമായി അറസ്റ്റ് ചെയ്തത്. മഴ ശക്തമായതോടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്നു. മനോഹര കാഴ്ച ആസ്വദിക്കാൻ അതിരപ്പള്ളിയിലെത്തുന്നത് നിരവധി സഞ്ചാരികൾ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.